നമസ്കാരം. അങ്ങനെ 2 വർഷത്തെ കാത്തിരിപ്പിന് നാളെ അവസാനമാവുകയാണ്. രജനി ലോകേഷ് കൂട്ടുകെട്ടിൽ റിലീസാവുന്ന കൂലി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുമ്പോൾ ഇതുവരെ കാണാത്ത ഹൈപ്പിലാണ് ചിത്രം എത്തുന്നത്. നാളുകളായി ഉള്ള സ്റ്റോറികളും നാളുകളായുള്ള ആരാധകരുടെ ഹൈപ്പും എല്ലാം നിലനിർത്താൻ ലോകേഷിന് സാധിക്കുമോ എന്നതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ചിത്രം LCUവിലുണ്ടോ? ചിത്രത്തിൽ ശിവകാർത്തികേയൻ അഭിനയിക്കുന്നുണ്ടോ? കമലും രജനിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുകയാണോ? 1000 ചോദ്യങ്ങൾക്ക് ഇനിയുള്ള മറുപടി നാളെയായിരിക്കും കിട്ടുക. ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ്. ഒരു തരത്തിൽ പോലും ഒരു ക്ലൂ പോലും നൽകാത്ത ട്രെയിലർ, അതിനുശേഷം വന്ന പാട്ടുകൾ, ഓഡിയോ ലോഞ്ചിലെ ചെറിയ ഹിന്റുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് മാത്രമാണ് ആരാധകർ നാളിതുവരെയും കൂലിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾക്കായി മുന്നോട്ട് വന്നത്. ഓരോ തവണയുമുള്ള ട്രെയിലർ ഡീകോഡിങ്ങും പാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ച് പോലും തിരക്കഥയുമായി കണക്ട് ചെയ്യുന്ന രീതിയിൽ പോലും ആരാധകർ മാറിക്കഴിഞ്ഞു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ കൂലിയുമായി ബന്ധപ്പെട്ട ട്രോളുകൾ, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും തുറന്നു കഴിഞ്ഞാൽ കൂലിയുമായി ബന്ധപ്പെട്ട ഹൈപ്പ്. രജനി ചിത്രത്തിന് നാളിതുവരെ കിട്ടാത്തതിനുള്ള ഹൈപ്പാണോ എന്ന് ചോദിച്ചാൽ അല്ല. 2016 ഈ ട്രെൻഡുകളൊക്കെ വരുന്നതിന് മുമ്പ് കവാലി എന്നൊരു ചിത്രമുണ്ടായിരുന്നു. പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രം. ആ ചിത്രത്തിന്റെ ഒരു ചെറിയ ടീസർ കൊണ്ട് മാത്രം ആ സിനിമ ഉണ്ടാക്കിയെടുത്ത ഹൈപ്പ് ചെറുതൊന്നുമല്ല. പക്ഷേ കവാലിക്ക് തെറ്റിയത് റിലീസിന് ശേഷമാണ്. ഈ ഉണ്ടാക്കിയ ഹൈപ്പിനോളം എത്താൻ കവാലിക്ക് സാധിക്കാത്തത് ചിത്രത്തെ പ്രതികൂലമായി ബാധിച്ചത് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണമാണ്. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം അതുപോലൊരു ഹൈപ്പിലാണ് രജനി ചിത്രമായ കൂലി റിലീസിനെത്തുന്നത്. കൂലിയിൽ ദേവയായിട്ട് രജനി എത്തുമ്പോൾ രജനിയുടെ ഇതുവരെ കാണാത്ത രീതിയിലുള്ള മാസ് അപ്പീൽ എങ്ങനെയാണ് ലോകേഷ് കൊണ്ടുവരിക എന്നുള്ളത് ചോദ്യമാണ്. 1989 റിലീസായ ശിവ ഏകദേശം 36 വർഷമായി. ആ ചിത്രമാണ് രജനിയുടെ കരിയറിൽ അവസാനമായി രജനി അഭിനയിച്ച ഒരു A സർട്ടിഫിക്കറ്റ് ചിത്രം. ആ ചിത്രത്തിന് ശേഷം കൂലിയും ഒരു A സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ട് വരുന്നു. കൂടെ ഒപ്പമുണ്ട് അവഞ്ചേഴ്സിനെ പോലെ തന്നെ ഒരു പട രജനിക്കൊപ്പം. അങ്ങ് നോർത്തിൽ ആമിർ ഖാൻ തുടങ്ങി തെലങ്കാനയിൽ നാഗാർജുന, ഉപേന്ദ്ര, ശ്രുതി ഹാസൻ, സത്യരാജ്, സൗബിൻ ഷാഹിർ തുടങ്ങി വലിയ താരങ്ങൾ. അതിനിടയിലാണ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ലോകേഷിന്റെ ഭാഗത്തു നിന്നും, നിർമ്മാതാവ് കലാനിധിമാരുടെ ഭാഗത്തു നിന്നും, കോ റൈറ്ററിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഹിന്റുകൾ. ചിത്രത്തിൽ സർപ്രൈസുകളുണ്ട്, സസ്പെൻസുകളുണ്ട്. ആമിർ ഖാൻ മാത്രമായിരുന്നില്ല സസ്പെൻസ്. പ്രേക്ഷകർ തിയേറ്ററിൽ വന്നിരുന്ന് കാണും. ഇന്റർവെൽ ബ്ലോക്ക് എനിക്ക് പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കാണുന്നതാണ് എൻ്റെ കിക്കെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് പറഞ്ഞതോടുകൂടി ഹൈപ്പ് മലമേലെ പോയി. കാരണം ലോകേഷിന്റെ മാസ്റ്റർ പീസാണ് ഇന്റർവെൽ ബ്ലോക്ക്. വിക്രമിലും മാസ്റ്ററിലും കൈദിയിലും ലിയോയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ക്ലൈമാക്സ് തരുന്നതിനേക്കാൾ വലിയ കിക്കാണ് ലോകേഷ് ഇന്റർവെല്ലിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നത്. ആ ലോകേഷ് തന്നെ തൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഇന്റർവെൽ ബ്ലോക്ക് ആയിരിക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് പിന്നെ എന്താണ് ചിന്തിക്കാനുള്ളത്? ദേവ വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് വരുന്നത്. ഈ വർഷത്തെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ റിലീസാണ് കൂലി. ഓഗസ്റ്റ് 14 അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിനവും കൂടിയാണ്. മാത്രമല്ല 1975 ഓഗസ്റ്റ് 15 രജനിയുടെ ആദ്യ ചിത്രമായ അപൂർവ രാഗങ്ങൾ റിലീസ് ചെയ്തത്. 50 വർഷത്തെ രജനിയുടെ സിനിമാ കരിയറിന് വേണ്ടി ലോകേഷും കൂട്ടരും ഒരു ചെറിയ ട്രിബ്യൂട്ട് ആനിമേഷൻ തന്നെ ഒരുക്കുന്നുണ്ട്. ഏകദേശം 25 മുതൽ 30 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ആ ആനിമേഷൻ ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കും. ടൈറ്റിൽ എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ പോലും ആദ്യ പകുതിയും രണ്ടാം പകുതിയും കൃത്യമായി തന്നെയാണ് ലോകേഷ് പോളിഷ് ചെയ്തേക്കുന്നത്. അതായത് 2 പകുതിക്കും ഒരേ ഡ്യൂറേഷൻ എന്ന് സാരം. ആദ്യ പകുതി 1 മണിക്കൂർ 24 മിനിറ്റും രണ്ടാം പകുതിയും 1 മണിക്കൂർ 24 മിനിറ്റും എന്ന കൃത്യമായ പോളിഷിങ്ങിൽ, കൃത്യമായ ധാരണയിലാണ് ലോകേഷ് വർക്ക് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാഗിന് യാതൊരുവിധ പ്രസക്തിയുമില്ല എന്നത് വ്യക്തം. ലോകേഷ് ചിത്രങ്ങളെല്ലാം തന്നെ 2 മണിക്കൂർ 40 മിനിറ്റിന് മുകളിലും 3 മണിക്കൂറിന് താഴെയുമായിരിക്കാം. പക്ഷേ അതിന് ഒരു തവണ പോലും ലാഗ് അടുപ്പിക്കാറില്ല എന്നുള്ളത് വസ്തുതയാണ്. ലിയോയുടെ ഫ്ലാഷ് ബാക്ക് പോർഷൻസിനൊക്കെ 2 അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ലോകേഷിൻ്റെ ഒരു മോശം ചിത്രമാണ് ലിയോ എന്ന് ആരും പറയില്ല. ലോകേഷിൻ്റെ കരിയറിൽ ഇതുവരെ ഒരു മോശം ചിത്രം ഉണ്ടായിട്ടുമില്ല. ഒരുപാട് പ്രതീക്ഷകൾ അതുകൊണ്ട് തന്നെയാണ് ഉയരുന്നത്. രജനി ചിത്രത്തെക്കാൾ ഉപരി ലോകേഷ് കനകരാജ് ചിത്രം എന്ന രീതിയിൽ പോലും ചിത്രത്തിന് ബുക്കിങ്ങുകൾ ഏറെയാണ്. ബുക്കിങ്ങുകളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും വലിയ ക്ലാഷ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന കൂലിയും വാർ 2ഉം ഒരു ദിവസം റിലീസിനെത്തുമ്പോൾ വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ഉണ്ടാകുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ അങ്ങനെയല്ല കണക്കുകൾ. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഭാഗത്ത് ചിത്രം ബുക്കിംഗ് ആരംഭിച്ചത്. അവിടെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ട് എന്നത് പറയാം.
കാരണം ജൂനിയർ NTR വേഴ്സസ് നാഗാർജുന എന്ന ആംഗിളിലാണ് അവിടെ ചിത്രത്തിന്റെ ബുക്കിങ്ങുകൾ നടക്കുന്നത്. ഒരു വലിയ ടൈറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിൽ പോലും മുന്നിട്ട് നിൽക്കുന്നത് കൂലിയാണ്. ബുക്ക് മൈ ഷോ പോലുള്ള ബുക്കിംഗ് ആപ്പുകളിൽ ഓരോ മണിക്കൂർ കഴിയുന്തോറും കൃത്യമായ അപ്ഡേറ്റുകൾ നമുക്ക് ലഭിക്കും. ആ അപ്ഡേറ്റുകളിലൊക്കെ തന്നെ ഓരോ മണിക്കൂറിലും മുന്നിട്ട് നിൽക്കുന്നത് കൂലിയാണ്. നോർത്ത് ഇന്ത്യയിൽ ചില സംസ്ഥാനങ്ങളിൽ വാർ 2 മുന്നിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇന്ത്യ ഒട്ടാകെ തന്നെ എടുത്തു നോക്കുമ്പോഴേക്കും കൂലി തരംഗമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അവിടെയാണ് കൃത്യമായ വ്യത്യസ്തത സംഭവിക്കുന്നത്. എങ്ങനെ കൂലിക്ക് ഇത്രയും ഹൈപ്പ് ഉണ്ടായി എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: സംവിധായകൻ ലോകേഷ് കനകരാജിന്റെ കഷ്ടപ്പാട്. അദ്ദേഹം 2 വർഷത്തോളമാണ് ഈ ചിത്രത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ആ 2 വർഷം വെറും വെള്ളത്തിലാകില്ല എന്നുള്ളത് ലോകേഷ് ആരാധകർക്കും നന്നായി അറിയാം. ലോക്കി എന്നടാ പണ്ണപ്പോറെ എന്ന ചോദ്യത്തിന് എന്താണ് ലോകേഷ് നാളെ മറുപടി നൽകുക എന്നുള്ളത് ഓരോ ആരാധകരെ പോലെ ഞാനും കാത്തിരിക്കാം കൂലിക്കായി.